മികച്ചൊരു കൺസെപ്റ്റിൽ യൂണീക്കായ ഒരു മികച്ച സിനിമയായിരുന്നിട്ട് കൂടിയും വേണ്ടത്ര പ്രശംസ ലഭിക്കാതെ അല്ലെങ്കിൽ അധികം ആളുകളിലേക്കൊന്നും എത്താതെ പോയ ഒരുപാട് മികച്ച ചിത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും പലവരും അറിയാതെ പോയ അണ്ടർ റേറ്റഡായി കിടക്കുന്ന പല ഗംഭീര സിനിമകളും നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ അണ്ടർ റേറ്റഡായി കിടക്കുന്ന കുറച്ച് അല്ലെങ്കിൽ ഒരു 5 മികച്ച സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അണ്ടർ റേറ്റഡ് മൂവീസിനെ കുറിച്ചുള്ള ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്ന ചിത്രമാണ് ദി ഒതർ മീ. 2016 പുറത്തിറങ്ങിയ ഒരു ഗ്രീക്ക് ക്രൈം ത്രില്ലർ മൂവിയാണ് ദി ഒതർ മീ. ക്രൈം ത്രില്ലർ മൂവീസ് ഇഷ്ടമുള്ളവർ ഉറപ്പായും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കേണ്ട ചിത്രം തന്നെയാണിത്. എറ്റേറോസ് ഈഗോ എന്നാണ് ഈ ചിത്രത്തിന്റെ ഒറിജിനൽ ടൈറ്റിൽ, അതായത് ഈ ചിത്രത്തിന്റെ ഗ്രീക്ക് ടൈറ്റിൽ. ഇതിന്റെ ഇംഗ്ലീഷ് ടൈറ്റിലാണ് ദി ഒതർ മീ. സിനിമയിലേക്ക് നോക്കുമ്പോൾ ഒരു സീരിയൽ കില്ലർ നടത്തുന്ന കൊലപാതകങ്ങളും അതിനുശേഷം നടത്തുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷനും എല്ലാമാണ് ഈ ചിത്രത്തിലൂടെ ചർച്ച ചെയ്തു പോകുന്നത്. പ്രൊഫസർ ഡിമിത്രിക് ലൈനിസ് എന്ന ഒരു ക്രിമിനോളജിസ്റ്റ് ആണ് ഈ മൂവിയിലെ പ്രൊട്ടഗോണിസ്റ്റ് ക്യാരക്ടർ. ഒരു മാത്തമാറ്റിക്കൽ പാറ്റേണിലൂടെ കൊലപാതകങ്ങൾ നടത്തുന്ന ഈ ഒരു സീരിയൽ കില്ലറെ കണ്ടുപിടിക്കാൻ പോലീസ് ദിമിത്രീസിന്റെ സഹായം തേടുന്നത് മുതലാണ് ഈ സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. വളരെയധികം ത്രില്ലിംഗ് ആയിട്ടാണ് ചിത്രം തുടക്കം മുതൽ അവസാനം വരെ മുന്നേറുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി നോക്കാൻ പോകുന്ന ചിത്രമാണ് ദി പ്ലാറ്റ്ഫോം. 2019 പുറത്തിറങ്ങിയ ഒരു സ്പാനിഷ് ത്രില്ലിംഗ് സർവൈവൽ മൂവിയാണ് ദി പ്ലാറ്റ്ഫോം. സർവൈവൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ചിത്രമല്ല ഇത്. ഇത് വളരെയധികം യുണീക്കായ, നമ്മളധികം കണ്ടുപരിചയമില്ലാത്ത പുതിയൊരു കൺസെപ്റ്റ് ആണ് ഈ മൂവിയിലൂടെ പറയുന്നത്. അതായത് ഈ മൂവിയിൽ ഉടനീളം കാണിക്കുന്നത് ഇത് പിത്ത് എന്നറിയപ്പെടുന്ന ഒരു പ്രിസൺ ആണ്. എന്നാൽ ഒരു പ്രിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കരുതുന്നത് പോലെയുള്ള ഒരു പ്രിസൺ അല്ല ഇത്. ഒരുപാട് ലെവലുകളിലായി ഓരോ ലെവലിലും 2 ആളുകൾ വീതമുള്ള ഒരു വെർട്ടിക്കൽ പ്രിസൺ ആണ് ഈ പിത്ത്. അതേപോലെ ഈ പ്രിസന്റെ സെന്ററിലായി ഒരു ഹോള് കാണാൻ കഴിയും. ആ ഹോളിലൂടെയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഡിഫിക്കൽട്ട് ആയ ഒരു കാര്യമാണ്. ഈ മൂവിയിലൂടെ ജീവന് വേണ്ടി അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തൊക്കെ ചെയ്യും, ഏതറ്റം വരെ പോകും, അതേപോലെ ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചിത്രം കൂടിയാണിത്. ഓരോ നിമിഷവും വളരെയധികം ത്രില്ലിംഗ് ആയി മുന്നേറുന്ന വളരെ മികച്ചൊരു ചിത്രം കൂടിയാണിത്. പിന്നെ ഇതിന്റെ സീക്വലായി ഒരു മൂവി കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതെന്തായാലും നിങ്ങൾ കാണണം. വളരെയധികം യുണീക്കായ ചിത്രങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കേണ്ട ചിത്രം തന്നെയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത മൂവിയിലേക്ക് കടക്കാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ചിത്രമാണ് പ്രീ ഡെസ്റ്റിനേഷൻ. 2014 പുറത്തിറങ്ങിയ ഒരു സൈഫൈ മൂവിയാണ് പ്രീ ഡെസ്റ്റിനേഷൻ. ടൈം ട്രാവൽ മൂവീസ് ഇഷ്ടമുള്ളവർ ഉറപ്പായും കണ്ടു നോക്കേണ്ട ഒരു മികച്ച ടൈം ട്രാവൽ മൂവി തന്നെയാണ് പ്രീ ഡെസ്റ്റിനേഷൻ. ഇനി മൂവിയുടെ പ്ലോട്ടിലേക്ക് നോക്കുമ്പോൾ ഫിസിൽ ബോംബർ എന്നറിയപ്പെടുന്ന ഒരു ടെററിസ്റ്റിനെ തടയാൻ വേണ്ടി പുറപ്പെടുന്ന ഒരു ടൈം ട്രാവൽ ഏജന്റിന്റെ കഥയായിട്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. എന്നാൽ പിന്നീട് നടക്കുന്ന പല സംഭവങ്ങൾ കൊണ്ടും പല ട്വിസ്റ്റുകൾ കൊണ്ടും നമുക്കൊരു മൈൻഡ് ബ്ലോയിങ് ആയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മൂവി നൽകുന്നത്. ചിത്രത്തിന്റെ പേര് പോലെ തന്നെ പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ് അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എന്നീ ടൈം ട്രാവൽ തിയറികളാണ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലിസ്റ്റിലെ അടുത്ത മൂവിയിലേക്ക് കടക്കാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ചിത്രമാണ് മൂൺ. 2009 പുറത്തിറങ്ങിയ ഒരു സൈഫൈ സൈക്കോളജിക്കൽ ഡ്രാമ മൂവിയാണ് മൂൺ. ഒരു മിഷന് വേണ്ടി ഒറ്റയ്ക്ക് മൂണിൽ അഥവാ ചന്ദ്രനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആസ്ട്രോനോട്ടിന്റെ കഥയാണ് ഈ മൂവിയിലൂടെ പറയുന്നത്. 3 വർഷത്തെ കോൺട്രാക്റ്റിൽ ചന്ദ്രനിലെത്തിയ സാംബൽ എന്ന ഈ ആസ്ട്രോനോട്ട് തന്റെ 3 വർഷത്തെ കോൺട്രാക്ട് തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ ചിത്രം ആരംഭിക്കുന്നത്. പിന്നീട് നടക്കുന്ന സംഭവങ്ങളിലൂടെ അവിടെയുള്ള പല രഹസ്യങ്ങളും പുറത്തു വരുന്നു. അത്തരത്തിൽ വളരെയധികം എൻഗേജിങ്ങും ഒപ്പം എക്സൈറ്റിംഗുമായി മുന്നേറുന്ന ഒരു ചിത്രം തന്നെയാണ് മൂൺ. അപ്പോൾ സൈഫൈ സ്പേസ് മൂവീസ് കാണാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിൽ 5ാമതും അവസാനമായി നോക്കാൻ പോകുന്ന ചിത്രമാണ് ദി മാൻ ഫ്രം നോവെയർ. 2010 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ കൊറിയൻ മൂവിയാണ് ദി മാൻ ഫ്രം നോവെയർ. കൊറിയൻ ആക്ഷൻ മൂവീസ് ഇഷ്ടമുള്ളവർ ഉറപ്പായും കണ്ടിരിക്കുന്ന ഒരു കിടിലം മൂവി തന്നെയാണ് ദി മാൻ ഫ്രം നോവെയർ എന്ന ഈ ചിത്രം. ഇതിന്റെ സ്റ്റോറി കൊണ്ടും ആക്ഷൻ കൊണ്ടും നമ്മളെ വളരെയധികം ആകാംക്ഷയോടെ കണ്ടിരുത്താൻ കഴിയുന്ന ഒരു ചിത്രം തന്നെയാണിത്. പ്രത്യേകിച്ച് കൊറിയൻ സിനിമകൾ കാണുന്നവർ ഒരിക്കലും ഈ ചിത്രം മിസ്സാക്കരുത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.